നമ്മൾ കഴിച്ചിട്ട് ബാക്കി കളയുന്ന നൂഡിൽസ് കൊണ്ട് വെള്ളത്തിൽ നനയാത്ത, പെട്ടെന്ന് കീറാത്ത അത്ഭുത പേപ്പർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ജപ്പാൻകാരെ സമ്മതിക്കണം. ജപ്പാനിലെ കഗാവ സർവകലാശാലയിലെ പ്രൊഫസർ നബോഡക തനകയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ലോകത്തെ ഞെട്ടിച്ച ഈ പുതിയ കണ്ടെത്തലിന് പിന്നിൽ. ഹോട്ടലുകളിലും വീടുകളിലും പാഴാകുന്ന പരമ്പരാഗത ഉഡോൻ നൂഡിൽസുകളെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന അത്യാധുനിക ബയോ പേപ്പറാക്കി മാറ്റി അവർ ഭക്ഷ്യമാലിന്യ സംസ്കരണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേൾക്കുമ്പോൾ മാന്ത്രികതയായി തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ ലളിതമായ ചില ശാസ്ത്രീയ ഘടകങ്ങളുണ്ട്. ആദ്യമായി റെസ്റ്റോറന്റുകളിൽ നിന്ന് ശേഖരിക്കുന്ന നൂഡിൽസ് അവശിഷ്ടങ്ങൾ വെള്ളം ചേർത്ത് നന്നായി അരച്ച് ഒരു ദ്രാവക രൂപത്തിലാക്കുന്നു. ഗോതമ്പ് നൂഡിൽസിലെ പ്രധാന ഘടകമായ അന്നജത്തെ ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാരയാക്കി മാറ്റാൻ പ്രത്യേക എൻസൈമുകളാണ് അടുത്തതായി ചേർക്കുന്നത്. ഇതിലേക്ക് അസറ്റിക് ആസിഡ് ബാക്ടീരിയ കടത്തിവിടുമ്പോൾ ഈ ബാക്ടീരിയകൾ പഞ്ചസാര ആഗിരണം ചെയ്ത് വളരുകയും മിശ്രിതത്തിന്റെ ഉപരിതലത്തിൽ അതിശക്തമായ ഒരു സെല്ലുലോസ് മെംബ്രൻ അഥവാ പാട രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. യാതൊരുവിധ കെമിക്കലുകളോ കഠിനമായ മെക്കാനിക്കൽ പ്രസ്സുകളോ ഇല്ലാതെ ഈ പാട ഉണക്കിയെടുക്കുന്നതോടെ മികച്ച പേപ്പർ ഷീറ്റുകൾ തയ്യാറാകുന്നു. ഒരു വ്യക്തി ഒരു നേരം കഴിക്കുന്ന നൂഡിൽസിന്റെ അവശിഷ്ടത്തിൽ നിന്ന് മാത്രം A4 വലുപ്പമുള്ള 5 മുതൽ 10 ഷീറ്റുകൾ വരെ നിർമ്മിക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. സാധാരണ മരങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന പേപ്പറിനേക്കാൾ ശക്തമായ ഇതിന് സ്വാഭാവികമായി തന്നെ ജലത്തെ പ്രതിരോധിക്കാൻ ശേഷിയുമുണ്ട്. ഉപയോഗശേഷം മണ്ണിൽ ഉപേക്ഷിച്ചാൽ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ഇത് വളരെ പെട്ടെന്ന് ജൈവ വിഘടനം സംഭവിച്ച് മണ്ണോട് ചേരും. ഈ സാങ്കേതിക വിദ്യ കഗാവ സർവകലാശാല ഒരു പ്രാദേശിക സാമൂഹിക ക്ഷേമ സംഘടനയ്ക്ക് കൈമാറിയതിലൂടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് മികച്ച തൊഴിലവസരവും ഉറപ്പാക്കുന്നു. മരങ്ങൾ വെട്ടാതെ, രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ ഒരു പാത്രം നൂഡിൽസിൽ നിന്ന് പ്രകൃതി സൗഹൃദ പേപ്പർ നിർമ്മിക്കുന്ന ജപ്പാന്റെ ഈ മാതൃക ലോകത്തിനാകെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഹോട്ടലുകളിലെ വേസ്റ്റ് പേപ്പറാക്കി മാറ്റുന്നതിനൊപ്പം ഓരോ ദിവസവും എത്ര ഭക്ഷണം വേണമെന്ന് പ്രവചിക്കുന്ന സാങ്കേതിക സഹായവും സർവകലാശാല ഹോട്ടലുകൾക്ക് നൽകുന്നുണ്ട്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ കുന്നുകൂടുന്ന ഭക്ഷ്യമാലിന്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഇത്തരം ഗ്രീൻ ടെക്നോളജി പ്രൊജക്ടുകൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ശാസ്ത്രവും പരിസ്ഥിതി ബോധവും ഒത്തുചേർന്നാൽ ഏതൊരു പ്രതിസന്ധിയും വരുമാന മാർഗമാക്കാമെന്ന് ജപ്പാൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു.